നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എല്ലാ മൊബൈൽ ഫോണിലും സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പലപ്പോഴും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. പല മൊബൈൽ ഫോണിനും വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിലൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഈ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ ഒരേ സമയം ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗവും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സ്ക്രീൻഷോട്ട് അസിസ്റ്റൻറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. വലതുഭാഗത്തേക്കുള്ള അരോമാർ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് അസിസ്റ്റ് ആപ്പ് പ്രിഫറൻസ് എന്നുള്ള ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിൽ ഗൂഗിളിൻ്റെ ഒരു ഐക്കൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. ഇപ്പോൾ നിലവിൽ ഇത് ഗൂഗിളാണ് കാണിക്കുന്നത്. ഇത് നേരെ എടുത്ത് സ്ക്രീൻഷോട്ട് അസിസ്റ്റൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഏത് സ്ഥലത്താണോ വേണ്ടതെങ്കിൽ അവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ ഹോം ബട്ടണിൽ കാണുന്ന ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ സ്ക്രീൻഷോട്ട് ആകും. നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടതെങ്കിൽ ആ ഭാഗത്ത് താഴെ കാണുന്ന ഭാഗത്ത് ക്രോപ്പ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ ക്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പെൻ ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആകുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് സ്ഥലത്തുള്ള സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. വാട്സപ്പിലാണെങ്കിലും എവിടെയാണോ നിങ്ങളുള്ളത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഈ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഈ ഹോം ബട്ടൺ. അപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് റെഡിയാകും. ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഭാഗം ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.